തിരുവനന്തപുരത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലുള്ളവർക്ക് മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് തുടർ ചികിത്സ ഉറപ്പാക്കാൻ ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശം. രോഗികൾക്ക് മിൽറ്റിഫോസിൻ മരുന്ന് നിലവിലുണ്ടെന്നും കൂടുതൽ മരുന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെടുമെന്നും വീണ ജോർജ് പറഞ്ഞു. രോഗം ബാധിച്ച് മരിച്ചയാളെ കൂടാതെ ജില്ലയിൽ 6 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് ഇതുവരെ 15 പേരിലാണ് അമീബിക് മസ്തിഷ്ക ജ്വരം കണ്ടെത്തിയത്. അപൂർവമായ രോഗം സംസ്ഥാനത്ത് വർദ്ധിക്കുന്ന സാഹചര്യം പരിശോധിക്കാനാണ് ആരോഗ്യവകുപ്പിന്റെ തീരുമാനം. അമീബിക് മെനിഞ്ചോ എൻകഫലൈറ്റിസ് ബാധിച്ച 11 പേർ മാത്രമേ സർവൈവ് ചെയ്തിട്ടുള്ളൂ. അതിലേതാണ്ട് 98% അതിനപ്പുറം മരണനിരക്കുള്ള മോർട്ടാലിറ്റിയുള്ള ഒരു രോഗമാണ് അമീബിക് മെനിഞ്ചോ എൻകഫലൈറ്റിസ്. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ 7 പോസിറ്റീവ് കേസസ് ആണ് ഇതുവരെ നമുക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ചികിത്സയ്ക്ക് ആവശ്യമായ മരുന്നുകൾ ലഭ്യമാണ്. കൂടുതൽ മരുന്നുകൾ എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാം. KMHCL മാനേജിംഗ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയെന്നും മന്ത്രി. അപ്പം മിൽറ്റിഫോസിൻ ഇപ്പോൾ നിലവിൽ ചികിത്സയിലുള്ള എല്ലാവർക്കും മിൽറ്റിഫോസിൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മരുന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുമുണ്ട്. അത് അപൂർവമായി മാത്രം ഉള്ളത് എന്നുള്ളതാണ് ഈ മരുന്നിൻ്റെ പ്രൊക്യൂർമെൻറ്റ് വിഷമകരമാക്കുന്നത്. പക്ഷേ എല്ലാ സാധ്യതയും ഉപയോഗിച്ചുകൊണ്ട് ഈ മരുന്ന് ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് സ്റ്റേറ്റ് ഗവൺമെൻറ് ശ്രമിക്കുന്നത്. രോഗം സംശയിക്കുന്ന 2 പേരുടെ സാമ്പിൾ പരിശോധിക്കുകയാണ്. ഒരാളൊഴികെ ബാക്കിയെല്ലാവരും പായൽ പിടിച്ചുകിടന്ന കുളത്തിലെ വെള്ളവുമായി പല രീതിയിൽ സമ്പർക്കമുണ്ടായ ആളുകളാണെന്നും ഈ ഒരാളുടെ രോഗം ഉറവിടം കണ്ടെത്താനുള്ള ശ്രമം നടക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.